നമ്മുടെ തുമ്പമ്മ ഇത്ര മാസം ലുക്കിലിറങ്ങി എങ്ങോട്ടാന്നല്ലേ, ഒരു ചേച്ചി അതിൻ്റെ ചെറിയൊരു അഹങ്കാരമൊക്കെ മുഖത്ത് കാണുന്നില്ലേ. അപ്പം തന്നെ മനസ്സിലാക്കാമല്ലോ അല്ലേ, ഇവിടെ കുഞ്ഞുവാവേനെ കാണാൻ പോണ പോക്കാണ് ചേട്ടനും അനിയത്തിയും കൂടെ ഞാനും ഉണ്ട്. കുട്ടിയുടെ വല്യമ്മയാണെങ്കിലും വല്യമ്മ എന്ന് വിളിപ്പിക്കാനുള്ള ഒരു ഇത് എനിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് വണ്ടീൻ്റെ മുന്നിൽ ഇരുന്ന് ഞാൻ അഗാധമായി ചിന്തിച്ചുകൊണ്ടിരുന്നത് കുട്ടിയെ കൊണ്ട് എന്ത് വിളിപ്പിക്കാന്നുള്ളതാണ്. അത് കഴിഞ്ഞ് പോണ വഴിക്ക് ഏട്ടനെയും ചേച്ചിനെയും വക എന്തെങ്കിലും ഒരു കുഞ്ഞ് ഗിഫ്റ്റ് വേണ്ടേ. അപ്പോൾ ഒരു ഉടുപ്പൊക്കെ വാങ്ങിച്ച് ഞങ്ങളിത് ആ ഹോസ്പിറ്റലിലേക്ക് വെച്ച് പിടിക്കുകയാണ് കേട്ടോ. ആക്ച്വലി ഇത് കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അന്ന് ഞാൻ വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. പക്ഷേ ഇത് എന്നൊരു ഓർമ്മയല്ലേ അല്ലേ. ഏട്ടനും അനിയത്തി ആദ്യമായിട്ട് കുഞ്ഞുമാവനെ കാണാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഇത് ഇവിടെ കിടക്കട്ടെ. ഭയങ്കര ഉഷാറായിരുന്നു കേട്ടോ, ഓടുമായിരുന്നു കുട്ടീനെ കാണാൻ പോകാൻ വേണ്ടിയിട്ട്. അവിടെ ചെന്ന പാടും കുറേ കാലങ്ങൾക്ക് ശേഷം അച്ഛമ്മേനെ കണ്ട ആക്രാന്ത കുട്ടികൾ അച്ഛമ്മേൻ്റെ നേരെയാണ് പോയത്. പിന്നെയാണ് ഓർത്തത് അയ്യോ കുഞ്ഞാവനെ കാണണല്ലോ എന്നുള്ളത്. ആക്ച്വലി ഈ ഒരു മൊമെൻറ്റ് എന്തൊരു സ്വീറ്റ് ആണല്ലേ. ലൈഫ് ലോങ് ഇവർക്ക് 3 പേർക്ക് ഓർത്ത് വെക്കാനുള്ളൊരു മൊമെൻറ്റ് തന്നെയാണിത്. ചേട്ടനും ചേച്ചീനെയൊക്കെ വരച്ച വരയിൽ പെണ്ണ് നിർത്തുന്നതാണ് തോന്നുന്നത്. കാരണം കൈകൊണ്ടുള്ള ആക്ഷൻസ് ഒക്കെ കണ്ടില്ലേ. തുമ്പമ്മയ്ക്ക് വാവേനെ കണ്ടപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തല്ല കേട്ടോ. ഒരു ഇളിഞ്ഞ ചിരിയും നോട്ടും ഒക്കെ ആയിരുന്നേ. അല്ലാ പടച്ചോനേന്ന് പറഞ്ഞിട്ടുള്ള കല്യാണീൻ്റെ കിടത്തം കണ്ടിട്ട് ഇടയ്ക്ക് കുട്ടി കല്യാണീനെയും നോക്കുന്നുണ്ട്, ഇടയ്ക്ക് കുഞ്ഞാവേനെയും നോക്കുന്നുണ്ട്. കുഞ്ഞുവാവേനെ തൊടാനുള്ള തയ്യാറെടുപ്പിലാണ് ചേട്ടനും ചേച്ചിയും കേട്ടോ. ഇവരുടെ ഈ തയ്യാറെടുപ്പ് കാണുമ്പോൾ തന്നെ എനിക്കൊരു പേടിയാണ്. കാരണം ഇവരെ രണ്ടുപേരെയും കയ്യിൽ നിന്ന് അതിനെ ഞങ്ങൾ എങ്ങനെ രക്ഷപ്പെടുത്തുമോ എന്തോ. ഇത് ഞങ്ങൾക്ക് വലിയൊരു ടാസ്ക് തന്നെയായിരിക്കും. ചേട്ടനും ചേച്ചിയും കുട്ടീനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിഠായി കവറിൻ്റെ ഒച്ച കേൾക്കുന്നത്. കുട്ടീനോട് സലാം പറഞ്ഞ് വേഗം പോയി മിഠായി വാങ്ങിച്ചു. മിഠായി കിട്ടിയാലും കുട്ടീനെ മറക്കില്ല എന്നുള്ള മൂഡിലായിരുന്നു തുമ്പമ്മ. പക്ഷേ നൈസായിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവൾ അനുസരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരത്തേക്ക് ആ പേവാടിൻ്റെ നിശബ്ദത എല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നു. തിരിച്ചു പോകാന്ന് പറഞ്ഞപ്പോൾ കുട്ടിയുടെ റിയാക്ഷൻ ഇങ്ങനെയായിരുന്നു കേട്ടോ. മോളെ ഫോട്ടോ എടുക്കുകയാണ്, ചിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി കരഞ്ഞുകൊണ്ട് ചിരിക്കുന്നത്. ആരുടെയാ മോള് അല്ലേ. എന്തായാലും കുട്ടിയുടെ ചേച്ചി കരഞ്ഞല്ലേ, ചേട്ടനായിട്ട് കരയാണ്ടിരിക്കണ മോശമല്ലേ. പിന്നെ ഇവിടെ കൂട്ടക്കരച്ചിലായിരുന്നു ഗൈസ്. തിരിച്ചു പോകാൻ യാതൊരു വിധത്തിൽ ഇവർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു വിധത്തിലാണ് രണ്ടിനെയും പറഞ്ഞ് സമ്മതിപ്പിച്ച് ഞങ്ങൾ പുറത്തിറങ്ങുന്നത്. പക്ഷേ അത് അതിലും വലിയ കോമഡി ആയിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലൂടെ ഇമാതിരി കൂളിംഗ് ഗ്ലാസ് വിട്ടിട്ട് ഒരുത്തി നടത്തം കണ്ടില്ലേ നിങ്ങൾ. അവിടെ നിർത്താത്തതിലുള്ള വാശിയിലാണ് കേട്ടോ രണ്ടും. അങ്ങനെ ഒരു വിധത്തിൽ ആ കൂളിംഗ് ഗ്ലാസ് ഇട്ട മുതലേ ഞാൻ ഉക്കത്തെടുത്ത് കയറ്റി. പക്ഷെ നാട്ടിലെ മുഴുവൻ നോക്കുന്നുണ്ടായിരുന്നു ഗൈസ്. അതിന്റെ എന്തെങ്കിലും ഇതിന്റെ മുഖത്ത് തെളിയുന്നുണ്ട്. ആഹാ, ക്യാമറ ഓണാക്കിയാൽ പിന്നെ ഞങ്ങളുടെ ഭാവങ്ങൾ മിന്നി മറഞ്ഞുകൊണ്ടേ ഇരിക്കും കേട്ടോ. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി ഓടി വന്നിട്ട് ചേച്ചി ഞാൻ നിങ്ങളെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്, സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞു. അങ്ങനെ എടുത്തൊരു സെൽഫിയാണിത്. അങ്ങനെ നമ്മുടെ അല്ലുചേട്ടനും തുമ്പി ചേച്ചിയും കൂടെ അവരുടെ കുഞ്ഞു അവനെ കാണാൻ പോയൊരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. ഈ പിക്സൽ എനിക്ക് ഒത്തിരി ഫേവറേറ്റ് ആണ് കേട്ടോ. ഈ ഒരു പിക്കിൽ അവൾ എന്നെ തന്നെ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ ഇത് ഞാൻ അവളുടെ പിക്സൊക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ ഗായ്സ്, ബൈ.